നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. ലോകത്തെ ഏതു ജോലിക്കും അനുയോജ്യരായ പുതുതലമുറയെ വളർത്തിയെടുക്കണമെന്ന മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജില്ലാ ഭരണകൂടവും ജില്ലാ നൈപുണ്യ സമിതിയും സംയുക്തമായി നൈപുണ്യ പരിശീലനം നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സംഘടിപ്പിച്ച ജില്ലാതല സമിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള കോഴ്സുകളും കേരളത്തിലേക്ക് കൊണ്ടുവരാനാകുമെന്നും ഏറ്റവും പുതിയ ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള കോഴ്സുകൾ ആരംഭിക്കുവാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടെന്നും ഏറ്റവും ക്വാളിറ്റിയുള്ള മാൻ പവർ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ള സംസ്ഥാനമായി രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമാകുവാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തുള്ള ഏത് കോഴ്സുകളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഏത് രീതിയിലുള്ള അവസരങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞ 4 വർഷത്തെ കേരളത്തിലെ യുവാക്കൾ 6 ലക്ഷത്തോളമാണ് പുറത്തുപോയത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ കൊടുത്തത് നമ്മളല്ലേ. അതിന് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം. അതിൻ്റെ ഇതിൽ തന്നെ 20% കുട്ടികൾ പുറത്തുപോയി പഠിച്ചു വരും. ആ പഠിക്കാനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം ഒരുക്കിയല്ലേ നമ്മളെ വിദ്യാഭ്യാസ രീതിയില്ല കൊണ്ടുവന്ന മാറ്റം അതിന് സഹായകരമായി എന്നതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം വരാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ കഴിയും. അത് നമുക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യലും ചെറുതായി ഇപ്പോൾ ആ റെമിറ്റൻസ് ബാധിച്ചു വന്നിട്ടുണ്ട്. അത് GCC രാജ്യങ്ങളെ പഠിച്ചുകൊണ്ടും കാര്യമില്ല, അവർക്കും പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങൾ കുറഞ്ഞു വരികയാണ്. പെട്രോൾ അടക്കമുള്ള അവരുടെ വരുമാന സ്രോതസ്സുകൾക്ക് വരാൻ പോകുന്ന കുറവ്, പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ഇന്ധനങ്ങളുടെയും കണ്ടുപിടുത്തം. ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ വെള്ളത്തിൽ നിന്നും വണ്ടി ഓടിക്കാമെന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ടെക്നോളജി, ഇതിനെ വേർപ്പെടുത്തുന്ന ഹൈഡ്രജൻ, ഇതിനെ മാറ്റുന്ന ടെക്നോളജി പ്രകാരം പുറത്തേക്ക് തള്ളുന്ന ഓക്സിജനായിരിക്കാം. അത് പ്രകൃതിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന നഷ്ടം ആ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന നാടുകൾക്കാണ്. അവിടെയൊക്കെ തന്നെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടത്. അതുകൊണ്ടാണ് വളരെ അഡ്വാൻസ്ഡായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വളരെ ശ്രദ്ധാപൂർവമുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തുന്നത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AD ജോസഫ്, KASC COO TV വിനോദ്, KASC സ്കിൽ കൺവേർജൻസ് മാനേജർ P അനൂപ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.